ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വീട്ടിനുള്ളിലും പുറത്തുമുള്ള ലോകത്തും തുല്യമായ പങ്കുവഹിക്കുന്നു. എങ്കിലും ഒരുപാട് സ്ത്രീകൾക്ക് സ്വന്തം വീടും കുടുംബവും കുട്ടികളും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്നു. കുടുംബത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതുകൊണ്ട് സ്ത്രീകൾക്കൊരിക്കലും ജോലി ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യമില്ല. എപ്പോഴും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യങ്ങൾ പലതും കേൾക്കാം. ഈ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമുള്ളൂ: ആർക്കു വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. നമ്മൾ എല്ലാ ദിവസവും വീട്ടിലെ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും നമ്മളാണ് എന്ന് തോന്നാൻ, നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നാൻ വേണ്ടി നമുക്കൊരു ജോലി അത്യാവശ്യമാണ്. തലച്ചോറ് മരവിപ്പിക്കാതെ ജീവിതത്തിലെ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം. വീടും കുടുംബവും കുട്ടികളും എല്ലാം വലുതായി കാണുന്ന പല അമ്മമാരും ഉണ്ട്. അങ്ങനെയുള്ളവർ എന്തു ചെയ്യും? പുറത്തുപോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും ജോലിക്കാരായി മാറുമ്പോൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെയാകും. അതുകൊണ്ട് ഡിഗ്രിയും സർട്ടിഫിക്കറ്റുകളും എല്ലാമുള്ള പല അമ്മമാരും ഇന്ന് വീടുകളുടെ അകത്തളങ്ങളിലാണ്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: നമ്മളാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക. നമുക്ക് കുട്ടികളെയും വീടും എല്ലാം നോക്കിക്കൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടകാര്യങ്ങളും ചെയ്യാൻ കഴിയണം. അതിനെനിക്ക് ആര് ജോലി തരും? വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നതായിരിക്കും അടുത്ത ചിന്ത. അവസരങ്ങൾ ഒരിക്കലും നമ്മെ തേടിയെത്തില്ല. നമ്മളാണ് അവസരങ്ങളെ ഉണ്ടാക്കേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും. പുരുഷന്മാരെക്കാളും എന്തുകൊണ്ടും സ്ത്രീകൾക്ക് തന്നെയാണ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതം എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ എത്രത്തോളം സമ്പാദിക്കുന്നു എന്നതിൽ കാര്യമില്ല. നമുക്കിഷ്ടമുള്ള നമ്മളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉള്ളിൽ നമുക്കൊരു സ്വയം ഒരു അഭിമാനം തോന്നേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. നമുക്ക് വേറെ ഒരു കഴിവുമില്ല. അപ്പോൾ നമ്മളുടെ കഴിവ് എന്താണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമുക്ക് പാട്ട് പാടാനാണോ, കഥ എഴുതാനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകളുണ്ട് എങ്കിൽ ആദ്യം നമ്മുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആ ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് വികസിപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ കഴിയും. സ്വന്തമായി ഏൺ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാനും, അത് നമുക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് ഒരു 10 രൂപ കിട്ടുകയാണെങ്കിൽ ആ ഒരു 10 രൂപ സേവ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ദാനമായി ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലോ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നമ്മോട് തന്നെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ട്. ആ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമുക്ക് 10 പൈസ ഇനി കിട്ടിയില്ല എന്ന് വെക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു യൂട്യൂബിൽ നമ്മളൊരു ചാനൽ തുടങ്ങി, നമുക്കതിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ വീട്ടിലെ ജോലികളും വീടും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് നമുക്കൊരുപാട് സമയം ഫ്രീ ആയി കിട്ടുന്ന ആ സമയത്ത് നമ്മൾ വെറുതെ മൂവീസും അതും ഇതൊക്കെ കണ്ട് വെറുതെ സമയം കളയുന്നതിനപ്പുറം നമ്മൾ എന്തൊക്കെയോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് മുന്നിൽ പല കാര്യങ്ങളും തുറന്നു വരും. അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എല്ലാ സമയവും നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്യരുത്. നമ്മളുടെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയണം. രാവിലെ നമ്മൾ എത്രത്തോളം നേരത്തെ നമ്മുടെ ജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് രാവിലെ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. വീട്ടിലിരുന്ന് നമുക്ക് സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. ചെറിയ നിക്ഷേപത്തോടെ അതിരുകളില്ലാതെ സ്വന്തം കഴിവുകളും താല്പര്യങ്ങളും കൊണ്ട് നയിക്കാവുന്ന നിരവധി ബിസിനസ് അവസരങ്ങൾ സ്ത്രീകൾക്ക് മുമ്പിലുണ്ട്. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് അത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കാൻ ഏറെ പ്രിയം കാണിക്കുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ബേക്കറി ബിസിനസ്. കേക്ക്, സ്നാക്സ്, ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ വീട്ടിൽ പാകം ചെയ്ത് ഓൺലൈൻ വഴിയോ ലോക്കൽ ഓർഡറുകൾ വഴിയോ വിതരണം ചെയ്യാം. ഇതിനാവശ്യമായ കുറച്ച് സാമഗ്രികളും പാചകത്തിലെ പ്രാവീണ്യവും മാത്രം മതി. ഫുഡ് ഡെലിവറി ആപ്പുകളായ സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഈ കാര്യത്തിൽ മികച്ച സഹായികളാണെന്ന് പറയാം.
ഇതിനു പുറമെ തയ്യൽ, ബ്യൂട്ടിക്, ഫാഷൻ ഡിസൈനിങ് പോലുള്ള മേഖലകളും സ്ത്രീകൾക്ക് ഏറെ സാധ്യതയുള്ളവയാണ്. ഹാൻഡ് മെയ്ഡ് ഡ്രസ്സുകൾ, കിടിലൻ ഡിസൈനുകൾ, കുട്ടികൾക്കായുള്ള സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ ഇവയൊക്കെ സോഷ്യൽ മീഡിയ വഴി പബ്ലിക് ചെയ്യാനും വിൽക്കാനും കഴിയും. ആ ഒരു വിൽപ്പന നടത്തുന്നതിൻ്റെ ഏണിങ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും നമ്മളുടെ ഏണിങ്സ് ആക്കി മാറ്റാം. ഇന്നത്തെ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതും അതുപോലെ തന്നെ ശ്രദ്ധേയമായതും വളരെ സ്കോപ്പുള്ളതുമായ മറ്റൊരു ബിസിനസ് മാർഗമാണ് ബ്യൂട്ടി പാർലർ സേവനങ്ങൾ. വീട്ടിൽ തന്നെ ചെറിയ ഇടമൊരുക്കി ഇതിൻ്റെ പരിശീലനം നേടിയാൽ കസ്റ്റമേഴ്സിനായി ഹോം സർവീസുകൾ നൽകാം. സൗന്ദര്യത്തിൽ ഏറെ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു ചെറിയ ഫംഗ്ഷനായാലും സ്ത്രീകൾ നന്നായി അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള സ്ത്രീകളെയൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം അതിന് ആവശ്യകത ഏറെയുണ്ട്. ഇതിനൊപ്പം വീട്ടിലിരുന്ന് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളും നല്ലൊരു വരുമാന മാർഗമാണ്. ഇംഗ്ലീഷ്, ഗണിതം, സംഗീതം, ഡ്രോയിങ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവർക്ക് ഇത് വളരെ ലാഭകരമാണ്. വീട്ടിലിരുന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്യാം. കൈപ്പണി, ഹാൻഡിക്രാഫ്റ്റ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, റെസലിംഗ്സ്, ബിസിനസ്, ബേബി ഡേ കെയർ, ബ്ലോഗ് എഴുത്ത്, ഫ്രീലാൻസ് റൈറ്റിംഗ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആഗോളതലത്തിൽ പ്രശസ്തിയുണ്ടാക്കുന്ന വഴികളാണ് ഇനി സ്ത്രീകൾക്ക് മുന്നിൽ തുറക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക, അതിൽ കൂടുതൽ പ്രാവീണ്യം നേടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവും അതിൻ്റെ വ്യാപനവും ഒരു കണക്കിൽ പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനും എല്ലാം സോഷ്യൽ മീഡിയ വഴി ഇന്ന് എളുപ്പം സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ നമുക്ക് വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നതുമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു ബിസിനസ് വിജയിപ്പിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടേതാകുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക, ആ രംഗത്തെക്കുറിച്ച് പഠിക്കുക, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക, കസ്റ്റമറെ സന്തോഷിപ്പിക്കുക, തുടർച്ചയായുള്ള കൃത്യമായ ശ്രമം തുടരുക തന്നെ ചെയ്യുക. ഇതൊക്കെ വിജയത്തിലേക്കുള്ള വഴിയാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസിനസ് ഐഡിയകളെ തിരഞ്ഞെടുക്കൂ. ഇന്ന് തന്നെ അതിനുവേണ്ടി ഒരു തുടക്കം കുറിക്കൂ. കാരണം വലിയ വിജയങ്ങളെല്ലാം തുടങ്ങുന്നത് ചെറിയ കാൽവെപ്പിലൂടെയാണ്. So, dear woman, you don't need a big shop, big money or big name to start. നിങ്ങളുടെ കഴിവും സമയവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വലിയ വിജയങ്ങൾ തീർച്ചയായും സാധ്യമാണ്. Pick any one idea that suits you and just begin because every small step can lead to a big success. Success doesn't wait for perfect people. It waits for the brave ones who begin.